ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് റമദാൻ സ്പെഷ്യൽ 7 ടൈപ്പ് വെറൈറ്റി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ഒരു വീഡിയോയിൽ ബീഫ് കട്ട്ലറ്റ്, എഗ്ഗ് കട്ട്ലറ്റ്, ഷവർമ കട്ട്ലറ്റ്, ചിക്കൻ മയോണൈസ് കട്ട്ലറ്റ്, വെജിറ്റബിൾ കട്ട്ലറ്റ്, മക്രോണി ചിക്കൻ കട്ട്ലറ്റ്, ചീസ് കട്ട്ലറ്റ്, ഇത് മുഴുവനും ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായി കാണാം. ഞാൻ ആദ്യം ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി 1/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് അടച്ചു കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഓണിയൻ കട്ട് ചെയ്തെടുത്താണ്, ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചതച്ചിട്ടതും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കുത്തിയെടുത്തതാണ്. പിന്നെ 1 അല്ലി ഗാർലിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ഇതിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താണ്, നല്ലോണം അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ബോയിൽ ചെയ്ത എഗ്ഗ് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കട്ട്ലറ്റ് ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് ബോൾ പോലെ ആക്കി ഈ മൈദയിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ കോട്ട് ചെയ്ത് മുട്ടയുടെ വെള്ളം മാത്രം ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇത്തിരി ഉപ്പ് ചേർത്ത് അതിൽ മിക്സ് ചെയ്ത് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ഞാൻ ആദ്യം ചൂടാക്കി നല്ല തവയിലിട്ട് നല്ല ചൂടാക്കി ക്രിസ്പി പോലെ ആക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല ക്രിസ്പി ആയി കിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ മുഴുവനും കട്ട്ലറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ഭാഗമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് അടിഭാഗം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ കോരിയെടുക്കാം. ഇനി അടുത്തത് എഗ്ഗ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി ബോയിൽ ചെയ്ത 2 എഗ്ഗ് എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സ്ലൈസ് ബ്രെഡ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതാണ്. അതുകൂടി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഓണിയൻ ഫൈനായി ചോപ്പ് ചെയ്ത 1 ഓണിയനും 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതൊന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കുറച്ച് മല്ലിയില കൂടി നല്ലോണം ഫൈനായി ചോപ്പ് ചെയ്ത മല്ലിയില കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കട്ട്ലറ്റ് ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ചേർത്ത് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ കോട്ട് ചെയ്യുന്നത് കോൺഫ്ലേക്സിലാണ്. അതിൽ മൈദയിൽ മുക്കി ഇതിൽ കോട്ട് ചെയ്ത് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി ചൂടായ എണ്ണയിലിട്ട് ഇതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ ഭാഗം കൂടി കുറച്ചായി കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്തത് ചിക്കൻ മയോണൈസ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് പെപ്പറും ഉപ്പും ചേർത്ത് നല്ലോണം ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് ഒരു പൊട്ടറ്റോ പുഴുങ്ങിയതും
മല്ലിയില ഫൈനായി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ഫൈനായി ചോപ്പ് ചെയ്തൊന്ന് ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വലിയ ഉള്ളി ഫൈനായി ചോപ്പ് ചെയ്തതും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പോലെ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസും ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കട്ട്ലറ്റ് ഷേപ്പിലാക്കി മുട്ടയുടെ വെള്ളയിൽ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചിങ്ങനെ മുഴുവനായിട്ട് കാണിക്കാത്തത്. അപ്പോൾ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഇതൊരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഷവർമ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടി 100 ഗ്രാം ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ ഒരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബോയിൽ ചെയ്ത ഒരു പൊട്ടറ്റോയും കുറച്ച് ക്യാബേജ്, ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തതും 2 പച്ചമുളക് ചതച്ചിട്ടതും കുറച്ച് മല്ലിയില ഫൈനായി ചോപ്പ് ചെയ്തതും നമ്മൾ ബോയിൽ ചെയ്ത ഫ്രൈ ചെയ്ത ചിക്കൻ ഇതാ കൈകൊണ്ട് തന്നെ പിച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ചില്ലി ഗാർലിക് സോസ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട്ലേറ്റ് ഷേപ്പിലാക്കി മയോണൈസിലാണ് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. മയോണൈസ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ കട്ട്ലറ്റും 2 സൈഡും ഒരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചീസ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനായി ചോപ്പ് ചെയ്ത ഓണിയനും കുറച്ച് മല്ലിയില 2 പച്ചമുളക് ചതച്ചത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കട്ട്ലറ്റ് ഷേപ്പിലാക്കി നമുക്ക് ചീസ് വെച്ച് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ അകത്ത് ചീസ് വെച്ച് ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൈദയുടെ മൈദ കലക്കിയ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ കോൺഫ്ലാക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ കോൺഫ്ലാക്സിൽ ഒന്ന് നല്ലോണം ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും റെഡിയാക്കി ഞാനിതാ ഇവിടെ ഇതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു സൈസ് ഓണിയന് ഫൈനായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ഗാർലിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂട്ടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് ലാസ്റ്റ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫൈനായി ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കട്ട്ലറ്റ് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു മുട്ട നല്ലോണം കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുകൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചൂടായ എണ്ണയിലിട്ട് നേരത്തെ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മക്രൂണി കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനായി ചോപ്പ് ചെയ്ത ഒരു ഓണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു അല്ലി ഗാർലിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചതച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം ചിക്കന് ബോയിൽ ചെയ്ത് ഇതുപോലെ ഒന്ന് പിച്ചെടുത്തതാണ്. അതുകൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മക്രൂണി വേവിച്ചെടുത്ത കുറച്ച് ഒരു ബൗൾ പോലെ അത്രയുള്ള മക്രൂണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കുറച്ച് കൂടുതൽ ബോയിൽ ചെയ്തെടുത്തതാണ് മക്രോണി. അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഗാർലിക് സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 2 പൊട്ടറ്റോ കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൂടി നമുക്ക് കട്ട്ലറ്റ് ഷേപ്പിലാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ സേമിയ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് മൈദയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്ത് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ഈ സേമിയയിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും റെഡിയാക്കിയെടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ 7 തരം കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.